രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് അടുത്ത മത്സരം. ആ ഒരു മത്സരത്തിൻ്റെ ഒരു പ്രീ മാച്ച് വിശകലനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. 13-നാണ് ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അപ്പം രാജസ്ഥാൻ റോയൽസ് ആവട്ടെ അവസാന കളി ഗുജറാത്ത് ടൈറ്റൻസിനോട് ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങി. ഈ ഒരു മത്സരം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമായിട്ടുള്ള മത്സരമായിരുന്നു? ഇനിയുള്ള അതായത് നമ്മളൊരു ടോട്ടൽ 14 മത്സരങ്ങളാണ് ഓരോ ടീമിനുണ്ടാകും. അപ്പോൾ അതിൽ ആദ്യത്തെ പകുതി 7 മത്സരമാണ്. ഇനി 5 മത്സരം ഓൾറെഡി കഴിഞ്ഞു. 3 തോൽവിയും 2 ജയമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കളി, ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ 2 കളിയാണ് ജയിച്ചേ പറ്റും. അപ്പോൾ അത് നിർണായകമാണ്. കാരണം ആ 7 കളി കഴിഞ്ഞ സമയത്ത് സ്കോർ നോക്കുമ്പോൾ 8 പോയിന്റുകൾ മിനിമം നമ്മുടെ രാജസ്ഥാന് വേണം, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഹാഫിൽ IPL ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ RCBക്കെതിരെ വളരെ മോശം റെക്കോർഡാണ്. ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു 59 റൺസിന്, അതായത് നമ്മുടെ ഈ കളി നടക്കാൻ പോകുന്നത് രാജസ്ഥാനിലെ ജയ്പൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അപ്പോൾ 59 റൺസിന് പരാജയമൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മത്സരം ഒരു പകരം വീട്ടിൽ അതുപോലെ ഒരു വലിയൊരു മാച്ച് തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായും. കാരണം RCB ആയിട്ട് മത്സരങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം വളരെ കുറഞ്ഞ വിജയം മാത്രമാണ് നമ്മുടെ രാജസ്ഥാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വലിയ പ്രിപ്പറേഷനായിട്ടായിരിക്കും സമീപിക്കുക. കാരണം ജയിക്കുക എന്നുള്ള മനോഭാവത്തോടെ തന്നെ ഏത് ടീമും സമീപിക്കുന്നത്. എന്നാലും കുറച്ചുകൂടെ കൂടുതലും കോൺഫിഡൻസ് അല്ലെങ്കിൽ കൂടുതലും പ്രിപ്പറേഷനോടെ ആയിരിക്കും രാജസ്ഥാൻ ടീംസ് ഇറങ്ങുക. കാരണം അങ്ങനെ ഒരു ഹിസ്റ്ററിയാണ് ഉള്ളത്. ഇനി RCBയുടെ ഭാഗത്ത് നോക്കുമ്പം നല്ല സ്ട്രോങ് ആയിട്ടാണ് ടീം പോകുന്നത്. അത്യാവശ്യം എല്ലാ കളിയും ഒരു കളി മാത്രമേ തോറ്റിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാ കളിയും ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്യാപ്റ്റൻസിയാണ് രജിത് പട്ടേലിനെ കൊണ്ടുവന്ന് നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു അവരുടെ മാനേജ്മെൻറ്റ് ചെയ്തത്. എല്ലാ കളിയും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. വിരാട് കോഹ്ലിക്ക് കൊണ്ട് പ്രഷറില്ലാതെ കൂടുതലായിട്ട് കളിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മത്സരം കാണുന്നുണ്ട്. ഫിൽസാൾട്ട് മാത്രമാണ് ഫോം ആവാതെ നിൽക്കുന്നത്. ഫിൽസാൾട്ടോടെ ഫോമായി കഴിഞ്ഞാലും അവരുടെ ഓപ്പണിംഗ് ഇത്രയും സെറ്റാവും. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ ഓൾറൗണ്ടേഴ്സ് നല്ല ഓൾറൗണ്ടേഴ്സാണ്. ലിവിങ്സ്റ്റൺ അതേപോലെ ബോളിംഗിൽ നിരയും നല്ല ബോളിംഗ് നിരയുണ്ട്, പിന്നെ ഓൾറൗണ്ടേഴ്സും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ടീമാണ്. അവർ ഹിസ്റ്ററി ജയിക്കാനുള്ള ഒരു നല്ലൊരു ഒപ്പണന്റ് ടീമും കൂടെയാണ് രാജസ്ഥാൻ്റെ കൂടെ നിൽക്കുന്ന റോയൽ ചലഞ്ചേഴ്സ്. അപ്പോൾ അവർക്കെതിരെ നമ്മൾ കഴിഞ്ഞ മത്സരം നമ്മൾ തോറ്റു. അപ്പോൾ തോറ്റപ്പോൾ ആ ടീമിൽ നമ്മൾ എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കളിച്ച ടീമിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു? മേ ബി അത്യാവശ്യം 2 മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് റാനയ്ക്ക് പകരം വേറെ ആളെ ട്രൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫറൂഖി പോയിട്ട് അസലങ്ക ഇഞ്ചേർഡ് അല്ലെങ്കിൽ അസലങ്ക കളിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആ പുതിയ യങ് പ്ലെയറിനെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആകാശ് മധുവാൾ. അങ്ങനെ ഇപ്പോൾ ബോളേഴ്സിന് ഇമ്പാക്റ്റ് ആയിട്ടെങ്കിലും കൊണ്ടുവരേണ്ടതായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് നല്ല മാറ്റം ടീമിനുണ്ടാവും. പിന്നെ ബാക്കി ഇപ്പോൾ നിൽക്കുന്ന യങ് പ്ലെയേഴ്സായ ജയ്സ്വാൾ ആണെങ്കിലും ജുറേലാണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഫോം ആവേണ്ടതുണ്ട്. കാരണം അവരൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ടിലാണ് രാജസ്ഥാൻ മാനേജ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തണം. അവർ ടാലൻ്റുള്ള പ്ലെയേഴ്സാണ്. അതുകൊണ്ടാണ് അത്രയും പ്രൈസിൽ അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇത് അവർ കാണിക്കണം. ഹെറ്റ്മേറൊക്കെ ആണെങ്കിൽ ഇപ്പം ഈ 3 സീസൺ വെച്ച് നോക്കുമ്പം ആ ലേറ്റസ്റ്റ് 2020 സീസൺ ബെറ്ററാണ് മറ്റൊരു സീസൺസ് കമ്പയർ ചെയ്യുമ്പോൾ. അത്രയും നല്ല സപ്പോർട്ടായിട്ടാണ് ഹെറ്റ്മേർ കളിക്കുന്നത്. ഹെറ്റ്മേർ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ളതാണ് പ്രശ്നം. ലാസ്റ്റ് കളിയിൽ തന്നെ സഞ്ജു സാംസന്റെ വിക്കറ്റ് പോയില്ലെങ്കിൽ നമ്മൾ ടീമിൻ്റെ സ്കോർ 200 മുകളിൽ പോയതിന് ജയിക്കില്ല എന്നുള്ള സെക്കൻഡറി. പക്ഷേ 200 മുകളിൽ എങ്ങനെ എന്നാലും പോയതിന്. പക്ഷേ ആ ഒരു വിക്കറ്റ് ക്രൂഷ്യലായിപ്പോയി. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ ഈ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിൽ ശ്രദ്ധിക്കേണ്ട 3 താരങ്ങൾ, അതുപോലെ RCB ടീമിൽ ശ്രദ്ധിക്കേണ്ട 3 താരങ്ങളും വിജയ സാധ്യതയും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. RCBയിലേക്ക് വരാണെങ്കിൽ മെയിനായിട്ട് വിരാട് കോഹ്ലി, രജിത് പട്ടേദാർ, പിന്നെ കൂടാതെ അവരുടെ ബോളിംഗ് നിലയെ നോക്കുമ്പം ഹാസിൽവുഡ്, അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കൃണാൽ പാണ്ഡ്യ പറയേണ്ടതുണ്ട്. സ്പിന്നിങ്ങിൽ ലാസ്റ്റ് കളിയിൽ കൃണാൽ പാണ്ഡ്യയുടെ ക്രൂഷ്യൽ, പക്ഷേ അത് ഹൈ സ്കോർ ആണ്. അപ്പോൾ കളിയിൽ മാറ്റം വരും. ലോ സ്കോറിംഗ് അല്ല. 2 നല്ല ചേസിലാണ് RCB കഴിഞ്ഞ കളി ജയിച്ചത്. അപ്പോൾ അത് അവിടുത്തെ RCBയുടെ സ്ട്രോങ് പോയിന്റ് അതാണ്. മെയിനായിട്ട് ഈ 2 ബാറ്റ്സ്മാനും ബോളേഴ്സും. പിന്നെ വരുന്നത് രാജസ്ഥാനിലേക്ക് വരുമ്പം എസ്പെഷ്യലി സഞ്ജുവിൻ്റെ നിർണായകം തന്നെയാണ്. സഞ്ജു നിൽക്കുമ്പോൾ ടീമിന് കോൺഫിഡൻസ് കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബാറ്റിംഗ് സഞ്ജുവിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. സെക്കൻഡ് വരുമ്പം ജയ്സ്വാൾ ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്യാം. കഴിഞ്ഞ വർഷം ഞാൻ ജയ്സ്വാളിനെ പറഞ്ഞു. ജയ്സ്വാൾ വളരെ അട്ടർ ഫേവറായിട്ടാണ് കളിച്ചത്. കമ്പാക്ക് നടത്താൻ സാധ്യതയുള്ള പ്ലെയറാണ്. കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിൾ കാണിച്ചാൽ മതി. ജയ്സ്വാൾ വരും. പിന്നെ മൂന്നാമത് ഞാൻ പറയുന്നത് ജുറേലിനാണ്. പരാഗ് ഫോമിലാണ് പുരാനെ പറയേണ്ട ആവശ്യമില്ല. ജുറേലും കൂടെ ഒന്ന് ഫോമായി കഴിഞ്ഞാൽ ബാറ്റിംഗ് നിലയിൽ രാജസ്ഥാൻ വേറെ നോക്കേണ്ട. ബാക്കിയൊക്കെ പ്ലെയേഴ്സൊക്കെ ഫോമിലാണ്. അതുകൊണ്ടാണ് എടുത്തു വരുന്നത്. അപ്പോൾ ഈ 3 പേരുടെ ക്രൂഷ്യൽ റോൾ വഹിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ബോളിങ്ങിൽ ആർച്ചർ ഓഫ് കോഴ്സ്. പിന്നെ അതുപോലെ തന്നെ സ്പിന്നിങ് നിരയിൽ തീക്ഷ്ണ വേണമെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് വേറെ ബോളേഴ്സിനെ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം തീക്ഷ്ണ വിക്കറ്റ് എടുക്കുന്ന വേറെ തന്നെയാണ്. പക്ഷേ റൺസ് ഒരുപാട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമായി വരുന്നുണ്ട്.
അതിൽ ദേശ്പാണ്ഡെ മാറ്റിയിട്ട് വേറെ ബോളർ ട്രൈ ചെയ്യുക, ഫറൂഖിനെ മാറ്റുക, ആകാശ് മധുവാനെ കൊണ്ടുവരിക. അതിൽ വേറെ ബോളേഴ്സ് ഉണ്ട്, ആ സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സിനേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പം ഒരു 50-50 മുകളിൽ പറയാൻ കഴിയില്ല. എപ്പോഴും ഒരു ചാൻസ് കൂടുതലുള്ള ടീമാണ് RCB. അപ്പോൾ എന്നാലും ഞാൻ പറയണത് ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് ഒരു 60-50 പറയാം, ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട്. കാരണം രാജസ്ഥാനിലാണ് കളി നടക്കുന്നത്. അപ്പോൾ 60-40 നമുക്ക് എന്ത് ചെയ്യാം, വിജയം ശതമാനം പറയാം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ.